ജോജു ജോർജ് ഷാജി കൈലാസ് ടീമിൻ്റെ വരവ് സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. വരവ് ഷാജി കൈലാസിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കാലമൊക്കെ ഒത്തിരി കടന്നുപോയി എന്ന് വെച്ചാൽ ആ പഴയ നിങ്ങൾ ആ തുടങ്ങിയ ശൈലിയിൽ തന്നെ ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റൈൽ അതുപോലെ തന്നെ എൻ്റെ റൈറ്ററായ കെ സാജന് 25-30 കൊല്ലം നമ്മൾ എടുത്തു തുടങ്ങിയാന്ന് തോന്നുന്നു. അതേ രീതിയിൽ തന്നെ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കും. ഷാജി കൈലാസിൻ്റെ ക്രാഫ്റ്റിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഷാജി കൈലാസൊക്കെ ഉഗ്രം പടങ്ങൾ എടുത്തിട്ടുണ്ട്. ഉഗ്രം പടങ്ങൾ എന്ന് പറഞ്ഞാൽ മാസ് ഡയലോഗും മാസ് സീനും മാസ് ആക്ഷനും മാസ് ഷോട്ടും ആയിട്ടുള്ള പടങ്ങൾ ഇഷ്ടം പോലെയൊക്കെ ഷാജി കൈലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെന്താണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ ഇത്ര ഒരു ക്രൗഡിൽ ഒരു ക്രൂ ഉള്ള ക്രൗഡിലാണ് ഞാനിരുന്ന് കണ്ടത്. ആൾക്കാരൊക്കെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒരു മാസ് പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാസ് പടം കാണുമ്പോൾ നമ്മളെന്നാ ഉദ്ദേശിക്കുന്നത്? ആൾക്കാരുടെ ആരവം, കയ്യടി, ബഹളം, ചെപ്പാട്, അതൊക്കെയല്ലേ ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ലാതെ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കുറ്റമായിട്ട് പറയുന്നതല്ല. ഷാജി കൈലാസ് നല്ല നടനാണ്. നല്ല ആൾക്കാരെയൊക്കെ ഷാജി കൈലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വെടിക്കെട്ട് ആ നടന്മാരെയും വെടിക്കെട്ട് അവരുടെ ആക്ഷനും വെടിക്കെട്ട് ഡയലോഗ്സും എല്ലാം പറഞ്ഞ് ഷാജി കൈലാസ് ഒരു കാലത്ത് മലയാള സിനിമ ഭരിച്ച ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ ഷാജി കൈലാസിൻ്റെ പടങ്ങൾ കണ്ട് എണീറ്റ് ഞാൻ കൈയടിച്ചിട്ടുള്ള തിയേറ്ററുകളൊക്കെ ഉണ്ട്. പക്ഷേ സിനിമകളൊക്കെ ഉണ്ട്. എന്താ അത് തന്നെ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നത് തന്നെ ശരിയാകുന്നത്. ആ ഒരു കാലം കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ കഥയുടെയൊക്കെ ഒരു ഡെപ്ത് വയ്ക്കും. ചുമ്മാ ഹൈ റേഞ്ച് കാലഘട്ടം ഹൈ റേഞ്ചിലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പുള്ളി ഇങ്ങനെയൊക്കെ ഒരു നായകൻ കുറേ നാളത്തിന് ശേഷം തിരിച്ചു ഒന്നെങ്കിൽ ജയിലിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ കുറേ കാലം നാൾ വിട്ട് പോയിട്ടായിരിക്കാം പ്രതികാരത്തിന് വരുന്നു. സ്ഥിരം കഥ. ഇവിടെ വന്ന് മുണ്ട് മുടക്കി കുത്തുന്നു. എത്ര കൊലപാതകം ചെയ്തിട്ടും പുള്ളിയെ മാത്രം പോലീസ് പിടിക്കുന്നില്ല. ആക്ഷൻ സീന് ഷോട്ട്സൊക്കെ വലിയ കുഴപ്പമില്ല. 3-4 ഷോട്ട്സൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ പടം നിരാശപ്പെടുത്തി ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ ഇങ്ങനെയുള്ള നടന്മാർ. ജോജുവിനെ എനിക്കിഷ്ടമാണ്, ഷാജി കൈലാസിന് ഇഷ്ടമാണ്, മുരളി ഗോപിന് ഇഷ്ടം. മുരളി ഗോപി അതിനകത്ത് നന്നായിട്ടുണ്ട് കേട്ടോ. മുരളി ഗോപി പുള്ളിയുടെ ഒരു മറ്റേ സംഭാഷണ ശൈലിയും പുള്ളിയുടെ ഡ്രസ്സിങ് കോഡൊക്കെ നന്നായിട്ടുണ്ട്. മുരളി ഗോപി മാത്രം എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയ മുരളി ഗോപിന് മാത്രമേ എടുത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മാർക്കോയിലെ കഥാപാത്രം കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ 3-4 ഡിഫൻഡറും വലിയ ബ്ലാക്ക് വണ്ടിയൊക്കെ ആയിട്ട് ബ്ലാക്ക് വലിയ സൂട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. മാർക്കോടെ ഏകദേശം സെയിമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ ഓർത്ത് ഇതിൻ്റെ മാർക്കോയിലെ കഥാപാത്രം ഈ സിനിമയിൽ വന്നാണോ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. കുറച്ച് ഇപ്പം വില്ലനെ അപ്പാന്ന് വിളിക്കുമ്പോൾ മനസ്സിലായോ അതൊക്കെ എന്തിനാ ഈ മാർക്കോയിലെ സീനൊക്കെ എടുത്തിരുന്നേ? ഷാജി കൈലാസ് എൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. മാർക്കോയിലെ അതേ ആൾ ആ വില്ലൻ തന്നെ വന്ന് ചുമ്മാ ഷോ കാണിച്ചിട്ട് ഇറങ്ങി പോകുന്നു. അവസാനം പട്ടപൂജയായിട്ട് ഓടുന്നു അതേ ഉള്ളൂ. ഒന്നുമില്ല പടത്തിന്. ഒരു പുതുമ പറയാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സാധാ ഒരു മൂവി കേട്ടോ. പണ്ടൊക്കെ നമ്മളിങ്ങനെ മടുത്തല്ലോ ആക്ഷൻ സീനൊക്കെ കണ്ട് മടുത്ത ആക്ഷൻ സീൻ. മുണ്ട് മടക്കി കുന്നു, ചവിട്ടി കൂട്ടുന്നു, പ്രതികാരം ചെയ്യുന്നു, നായകൻ തിരിച്ചു പോകുന്നു. ശുഭം. വരവ്.